ദൈവികമായ അനുഗ്രഹം, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, നിരുപാധികം സ്നേഹിക്കാൻ കഴിയുന്നു. കുറച്ചുകൂടി കമന്റുകൾ വരട്ടെ. സ്നേഹം കൂടി, പറയൂ, കുറച്ചുകൂടി കമന്റുകൾ വരും. മൈൻഡ്ഫുൾനെസ് പറയുന്നു. കുടുംബം ഹാപ്പിയാണ്. പോസിറ്റീവ് തിങ്കിങ്, ഹാപ്പി, അൺകണ്ടീഷണലായി, എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്ന ഹെൽത്ത് ഇംപ്രൂവ് ആയി. ഓക്കെ, വിശാലമായൊരു മനസ്സുണ്ടായി. ലോകം സുന്ദരമാണെന്ന് കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞു. യെസ്, ഇതെല്ലാം സെൽഫ് ലവിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പല ആളുകളും പറയുന്നൊരു കാര്യമുണ്ട്, എന്താ സാർ ആകെ നെഗറ്റീവാണ്, സാഹചര്യങ്ങളൊക്കെ നെഗറ്റീവാണ്, പിന്നെ എങ്ങനെ ഇപ്പൊ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുക അല്ലെ? എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് സ്നേഹിക്കാൻ പറ്റും അല്ലേ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും? എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് സ്നേഹമില്ലായ്മയിൽ നിന്നാണ് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അറിയാൻ പറ്റും. നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ? നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടോ? ഇടയ്ക്കൊക്കെ ഡൗൺ ആവുന്ന പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടോ? അങ്ങനത്തെ ആളുകളുണ്ടോ? ഇടയ്ക്ക് ഡൗൺ ആവുന്നു അല്ലേ? ഇടയ്ക്ക് നമ്മൾ വിചാരിച്ച പല കാര്യം നടക്കാത്തപ്പോൾ ടെൻഷൻ വരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? ഇപ്പോഴും എന്ത് പൂർണ്ണമായിട്ടില്ല, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തെ പൂർണ്ണമായും അനുഭവിക്കാൻ കഴിയുന്നില്ല. അതാണ് ശർഫവും. നമ്മൾ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലേ, അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ നിരുപാധിക സ്നേഹം എന്നുള്ള ആ നിധിയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. ഇല്ലായിട്ടല്ല, എല്ലാവരിലും ഒരുപോലെ നിറയ്ക്കപ്പെട്ട വിസ്മയമാണത് സ്നേഹം എന്ന് പറയുന്നത്. കുറച്ച് ആൾക്കാർ മാത്രമേ ലോകത്ത് ഇത് അറിഞ്ഞിട്ടുള്ളൂ അല്ലെ? അറിഞ്ഞവരെക്കാൾ കൂടുതൽ അല്ല, ലോകത്ത് 90% മുകളിലും ഉള്ളത് ഒരുപക്ഷെ ഈ സ്നേഹം അറിയാത്തവരായിരിക്കും അല്ലെ? എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ ഈ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ പ്രത്യേകത എന്താണ്? ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് അവർ സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചു അല്ലെ? ഉള്ളിലോ ലുക്ക് ഇൻസൈഡ്, അകത്തോട്ട് നോക്കി ഈ സ്നേഹം എവിടെയാണെന്ന് കണ്ടെത്തി. അപ്പൊ സാഹചര്യങ്ങളൊക്കെ എത്ര നെഗറ്റീവ് ആയാലും, ആളുകൾ നിരന്തരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്താലും, നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായാലും, അവിടെയൊക്കെ എപ്പോഴും ഉണ്ടാവും തിരിച്ചറിയും. കുറെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുപാട് സെൽഫ് ലോക്ക് കൊടുത്തു നോക്കി എനിക്കൊരു മാറ്റമില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ? ഞാൻ കുറെ സെൽഫ് ലോക്ക് പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എനിക്കൊരു മാറ്റവും വരുന്നില്ല. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞതൊരു കാര്യമില്ല, നിങ്ങളുടെ ഉള്ളിൽ അത് ഫീല് ചെയ്തിട്ടില്ല. പുറമേക്ക് പറയുന്നതല്ല, ഉള്ളിൽ അനുഭവിക്കുന്നതാണ് ആ സ്നേഹം. എങ്ങനെ? ഞാൻ എത്രയോ ആയി പ്രാക്ടീസ് ചെയ്യുന്നു, എനിക്ക് മാറ്റം വരുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാറ്റം വരുന്നില്ല 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 എന്ന് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, എന്നിട്ട് വലിയ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു, അത് നടക്കില്ല. പ്രാക്ടീസിന് അപ്പുറത്തേക്ക് അത് ഉള്ളിൽ അനുഭവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ അതിനു വേണ്ടി പ്രാപ്തമാക്കണം. നേരത്തെ ഇവിടെ ആരോ ടൈപ്പ് ചെയ്ത പോലെ മനസ്സിനെ വിശാലമാക്കണം. ആ സ്നേഹത്തെ ഉൾക്കൊള്ളാനുള്ള വലിയ പാത്രമായിട്ട് നമ്മുടെ മനസ്സ് മാറണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായിട്ട് സെൽഫിനെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. കാരണം ഇത് നമ്മുടെ ജീവിതമാണ്, ഇതെന്റെ ജീവിതമാണ്. എന്റെ ജീവിതത്തെ വളർത്തിയെടുക്കൽ
അല്ലേ? അതാരുടെ ഡ്യൂട്ടിയാണ്? എന്റെ ഉത്തരവാദിത്തം. എന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദി ഞാനാണ്. എന്നെ ഞാൻ നിരുപാധികം സ്നേഹിച്ചേ പറ്റൂ. അത് പറ്റുന്നില്ല എന്ന് പറയരുത്. എങ്ങനെ? അത് പറ്റുന്നില്ല, വേദനയാണ്. ആ വേദന വരുന്നത് സ്നേഹം അറിയാത്തയിടത്താണ്. വേദന എപ്പോഴാണ് ആ വേദന ഫീൽ ചെയ്യുന്നത്? ആ സ്നേഹം അറിയാത്തയിടത്താണ്. ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തയിടത്താണ്. ആ സ്നേഹം ഇല്ല എന്നുള്ള തെറ്റായുള്ള ചിന്തയില്ല. ചിലക്കാർ പറയും ആ സ്നേഹം, എനിക്ക് ആ സ്നേഹം ഇല്ല. സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ആ നിധിയുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ജന്മങ്ങളിലും അതുണ്ട്. ഒളിഞ്ഞിരിക്കുന്ന നിധിയാണത് സ്നേഹം. കാരണം ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ ജനിച്ചത് തന്നെ. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. ആ സ്നേഹം ഇപ്പോഴും അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആ സ്നേഹം തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ അത് തീരുമാനിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ജീവിക്കണോ കൂടുതൽ മനോഹരമായി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് ഉടൻ നേടിയെടുക്കണോ? എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടോ? യെസ് ഓർ നോ? യെസ് പറയൂ, അല്ലെങ്കിൽ നോ പറയൂ. വേണ്ടാത്തവര് നോ പറയുന്ന ആരും കൂടെ അല്ലല്ലോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന മനോഹരമായുള്ള സ്വപ്ന ജീവിതം. ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? യെസ് ഓർ നോ? ഒരുപാട് മോഹങ്ങളില്ലേ? ഒരുപാട് സ്വപ്നങ്ങളില്ലേ? അടിച്ചമർത്തിയത്, കടിച്ചമർത്തിയത്. നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങള് ഇത്ര എന്താണ് ഇങ്ങനെ ഒതുങ്ങി പോകേണ്ട ആളല്ല, ഒരുപാട് കഴിവുള്ള ആളാണ്. നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലേ? എത്രയോ വലിയ കഴിവുണ്ടെന്ന് അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാണ് കുറെ ആളുകളുടെ അവസ്ഥ അല്ലെ? എത്രയോ വലിയ കഴിവുകൾ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫീലിംഗ് സ്റ്റക്ക്. അതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. ഈ ഫീലിംഗ് സ്റ്റക്കിനെ എങ്ങനെ ഒഴിവാക്കണം? ഈ ഫീലിംഗ് സ്റ്റക്കിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസ് ആണ് സെൽഫ് ലവ്. ഫീലിംഗ് സ്റ്റക്ക് അല്ല, സാഹചര്യം അല്ല. റംലത്തെ, സാഹചര്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നിൽ ഇതേപോലെ ഇരിക്കൂല. ഒരുപാട് ഓപ്പോസിറ്റ് ആയുള്ള സാഹചര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ആ സാഹചര്യങ്ങളാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഇരുത്തിയത്. സാഹചര്യമാണ് എനിക്ക് എന്നെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നെ പഠിപ്പിച്ചത്. 2014 വരെ ഞാൻ വിചാരിച്ചത് ലോകം മുഴുവനും പ്രശ്നമായിരുന്നു, എല്ലാവരും പ്രശ്നമാണ്, ആരും ശരിയല്ല. ആരൊക്കെ ശരിയല്ല? എന്റെ ഫാമിലി ശരിയല്ല, എന്റെ ഫ്രണ്ട്സ് ശരിയല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്കൂൾ ടീച്ചേഴ്സ് ശരിയല്ല, പിന്നെ എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശരിയല്ല, വാർഡ് മെമ്പർ ശരിയല്ല, ഇല്ലേ, മുഖ്യമന്ത്രി ശരിയല്ല, പ്രധാനമന്ത്രി ശരിയല്ല, ലോകം ശരി. പിന്നെ ആകെ ശരിയുള്ള ഒരാൾ മാത്രമേ ലോകത്തുള്ളൂ. അതാരാ? അത് ഞാൻ മാത്രമാണ്. ഇത് ഇങ്ങനെ ആയിരുന്നു എന്റെ മൈൻഡ് സെറ്റ്. ആരും ശരിയല്ല എന്നൊരു തോന്നൽ. പിന്നെ മനസ്സിലായി ലോകത്ത് ശരിയല്ലാത്തത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. മനസ്സിലായി. അവിടെയാണ് തിരിച്ചറിവുണ്ടായത്. ഞാനും ശരിയല്ല ഒരാൾ പറയാ. നോ നോ നോ, നമ്മൾ ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ ഓക്കെ അല്ല എന്നുള്ള ചിന്തയില്ല. ലോകം ഓക്കെ അല്ല, നമ്മുടെ ഉള്ളിൽ കണക്ട് ചെയ്യണം. നെഗറ്റീവ് ചിന്ത വന്നോട്ടെ, അത് നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ചിന്ത വരുന്നതിന് ചിന്തകളെ നമ്മൾ വരുന്നത് തടഞ്ഞു നിർത്താനും നോക്കണ്ട. അത് ഭയങ്കര സാഹസമാണ്.
ആ ചിന്തകളെ ആ ചിന്തകളുടെ വീര്യം കുറക്കുക. ആ ചിന്തകളെ നമുക്ക് അതിന്റെ ഇമ്പാക്റ്റിനെ ഒഴിവാക്കാൻ പറ്റപ്പെടാതെയോ ആ ചിന്തകളുടെ ഇമ്പാക്റ്റിനെ ഒഴിവാക്കാൻ പറ്റുക. നമുക്ക് ആ ചിന്തകൾ വന്നാൽ നമ്മളത് ബാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. എങ്ങനെ? നമുക്ക് നെഗറ്റീവ് ചിന്ത വരാതിരിക്കലല്ല, അങ്ങനെ സംഭവിക്കൂല. ഞാൻ കുറയും, പക്ഷെ തീരെ വരാതിരിക്കൊന്നുമില്ല. നെഗറ്റീവുകൾ വരും, പക്ഷെ അത് വന്നാൽ പോലും അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട്, നെഗറ്റീവ് ചിന്ത നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. പിന്നെ ബുദ്ധിമുട്ടാക്കുന്ന എന്താ? ആ ചിന്തയുണ്ടാക്കുന്ന ടെൻഷൻ, ആ ചിന്തയുണ്ടാക്കുന്ന നിരാശ, സ്ട്രെസ്, ആങ്സൈറ്റി, ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ചിന്തയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം നെഗറ്റീവായുള്ള ഇമോഷൻസിനെ ഒഴിവാക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ഒഴിവാക്കാനുള്ള ഏറ്റവും മികച്ച, കാരണം ഇതെല്ലാം ഇരുട്ടാണ്. ടെൻഷൻ, നിങ്ങൾ വല്ലാത്ത ടെൻഷൻ, നിങ്ങൾ ഇരുട്ടിലാണ്. നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരുട്ടിലാണ്. നിങ്ങൾ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരുട്ടിലാണ്. നിങ്ങൾ ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ? ഇരുട്ടിലാണ്. നിങ്ങൾ വെളിച്ചം അറിഞ്ഞില്ല. വെളിച്ചം ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? നിങ്ങൾ നോക്കുന്നത് എങ്ങോട്ട് മാത്രം? ഇരുട്ടിലേക്ക് മാത്രം. വെളിച്ചത്തിലേക്ക് നോക്കിയാൽ മാത്രമേ വെളിച്ചം കിട്ടൂ. നോക്കുന്നത് ഇരുട്ടിലാണ്. അപ്പൊ ഇനി മുതൽ സ്നേഹം എന്നുള്ള നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ വെളിച്ചത്തിലേക്ക് ബോധപൂർവം നോക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സ്നേഹം എന്നുള്ള വെളിച്ചത്തിലേക്ക് ബോധപൂർവം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുക. ഓരോ ശ്വാസത്തിലും, ഓരോ ഹൃദയമിടിപ്പിലും, ഓരോ മൈക്രോ സെക്കൻഡിലും, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും വീണ്ടും 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 ആ വെളിച്ചത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം ആ വെളിച്ചമില്ലെങ്കിൽ ഇരുട്ടേ നിങ്ങൾ കാണുള്ളൂ. ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നും ടെൻഷനിലായിരിക്കും, എന്നും സ്ട്രെസ്സിലായിരിക്കും, എന്നും ഡിപ്രഷനിലായിരിക്കും. അവിടെ നിങ്ങൾ ഏത് മെഡിസിൻ കഴിച്ചിട്ടും കാര്യമില്ല. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാത്തതായിരിക്കാം നിങ്ങൾ ടെൻഷന് കാരണമെങ്കിൽ, അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ മാറും. അത് താൽക്കാലികം മാത്രമാണ്. താൽക്കാലികം മാത്രമാണ്. പിന്നെ അടുത്ത പ്രശ്നം വരും, അപ്പൊ അതും നേടേണ്ടി വരും. അപ്പൊ അത് നേടിയാലേ ടെൻഷൻ മാറുള്ളൂ. അത് തീരുമോ? പിന്നെ അടുത്ത വേറൊരു പ്രശ്നം വരും, അപ്പൊ അതും നേടേണ്ടി വരും. ഇതിങ്ങനെ ഒരു ടെൻഷൻ ഇങ്ങനെ സൈക്ലിക്കായി പോയിക്കൊണ്ടേയിരിക്കും. അതല്ലേ ഓരോ ആളൊക്കെ സംഭവിക്കുന്നത്. അതും കൂടെ കിട്ടിയാൽ ഞാൻ ഹാപ്പി ആവും, ആകൂല, തോന്നുകയാണ്. നിങ്ങൾ എന്തെങ്കിലും നേടിയാൽ ഹാപ്പി ആവുന്നത് തോന്നൽ മാത്രമാണ്. നേടിയാൽ അടുത്തുണ്ടാവും. അങ്ങനെയല്ലേ? എനിക്ക് എന്താണ് ഹാപ്പി ആണെങ്കിൽ എനിക്കൊരു നന്നായിട്ട് പഠിക്കണം, അല്ലേ? എന്നിട്ട് പഠിച്ചു നല്ല കോഴ്സ്, നല്ല സർട്ടിഫിക്കറ്റ്, നല്ല ഉയർന്ന റാങ്കോടെ പാസ്സായി, ഹാപ്പിയാണോ? ഹാപ്പി അല്ല. കാരണം എന്താ? ജോലി കിട്ടണം, അല്ലേ? ജോലി കിട്ടി, നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം ജോലി കിട്ടി, ഹാപ്പിയാണോ? ഹാപ്പി അല്ല. കല്യാണം കഴിക്കണ്ടേ? അപ്പൊ നല്ല കല്യാണം കഴിച്ചു ഉഷാറായി, ഹാപ്പിയാണോ? ഇല്ല. എന്താ? കുട്ടികൾ ഉണ്ടാവണ്ടേ? ആൾക്കാരൊക്കെ ചോദിക്കാണ്, എന്തേ പ്രശ്നമുണ്ടോ? അല്ലെ? ആൾക്കാരെ മറുപടി പറയാൻ പറ്റുന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പ്രശ്നമായി. ആൾക്കാർ ചോദിക്കുക, അല്ല എന്താ ഇങ്ങനെ നോക്കിക്കണേ? കുട്ടികളുണ്ടായി, പ്രശ്നം തീരുന്നുണ്ടോ? ഇല്ല. അത് വളർത്തി പഠിപ്പിക്കണ്ടേ, സ്കൂൾ വയ്ക്കണ്ടേ? തീരുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് എന്താണ്? അവർ നല്ല റിസൾട്ട് കിട്ടണം, അല്ലെ? നല്ല മാർക്ക് കിട്ടണം. കഴിഞ്ഞോ? ഇല്ല. അവർക്ക് ജോലി കിട്ടണം. കഴിഞ്ഞോ? ഇല്ല. ഇതെപ്പോഴാ തീരുക? അത് നിങ്ങൾ കൂട്ടി അവർ കല്യാണം കഴിക്കണം, പിന്നെ അവർക്ക് പേരക്കുട്ടികൾ ഉണ്ടാവണം. എന്നാലും സമാധാനമുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ, ഞാൻ നിനക്കൊരു കുട്ടികൾ ഉണ്ടായിട്ട് മരിച്ചാൽ മതി ഒരിക്കലും എന്റെ ഉമ്മ പറഞ്ഞതാണ്. എന്നിട്ടോ എനിക്ക് ഒന്നല്ല 3 കുട്ടികളുണ്ടായി. ഇപ്പോഴും ആൾക്ക് സമാധാനമില്ല. ഞാൻ ചോദിച്ചപ്പോ ഒന്നല്ല 3 ഉണ്ടായി, നിനക്ക് എന്താ? അപ്പൊ വേറെന്തോ കാര്യം കിട്ടി. അതാണ്. അത് തീരൂല. അത് കുഴിയിലേക്ക് എടുക്കുന്നത് വരെ ഉണ്ടാവും. മനുഷ്യന്റെ അവസ്ഥ കുഴിയിലേക്ക് എടുക്കുന്നത് വരെ ഉണ്ടാവും, അല്ലെ? ഇതാണ് സാധാരണക്കാരുടെ ജീവിതം.
സമാധാനം എന്ന ഒന്ന് അനുഭവിക്കാൻ കഴിയാത്ത, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഓരോ നിമിഷത്തെയും അറിഞ്ഞുകൊണ്ട്, ആ സ്നേഹം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, ആ കണ്ടീഷണൽ സ്നേഹമാണ് അവിടെ. കണ്ടീഷണൽ ഹാപ്പിനെസ് എന്താണ്? ഹാപ്പിനെസ് ആണ്. ഒരു കാര്യം നേടിയാൽ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ. പരമവിഡ്ഢിത്തമാണത്. തോന്നുകയാണ് അത് നേടിയാൽ പിന്നെ അടുത്ത കാര്യം ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ അടുത്ത കാര്യം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങനെയായിരിക്കും. ഒന്നും നേടിയത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല, ഒന്ന് നഷ്ടപ്പെട്ടത് കൊണ്ട് സന്തോഷം നഷ്ടപ്പെടാനുമില്ല. അതിന്റെ പേരാ സന്തോഷം. എത്ര പേർക്ക് അറിയാതെ? അതാണ് സന്തോഷം. നിങ്ങൾ കുറെ കാര്യങ്ങൾ നേടി എന്നത് കൊണ്ട് അമിതമായി സന്തോഷം ഉണ്ടാവും കേട്ടോ. നേട്ടത്തിൽ സന്തോഷം, അമിതമായി സന്തോഷം ഉണ്ടാവും. അമിതമായി. എന്നാലോ ഒന്ന് നഷ്ടപ്പെട്ടു വിചാരിച്ചു വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്നേഹമുണ്ട്. അതാണ് യഥാർത്ഥ സന്തോഷം, അതാണ് യഥാർത്ഥ സ്നേഹം. പെർഫെക്റ്റ് ആവുക എന്നുള്ളത് മിഥ്യയാണ്. അതൊരു തെറ്റായുള്ള ധാരണ. ഒരാൾക്കും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. പെർഫെക്ഷനിസം നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്തയുടെ കുഴപ്പം മാത്രം. ഞാൻ ആഗ്രഹിച്ചത് നേടിയില്ല എന്നുള്ളത് എനിക്ക് എന്നെ സ്നേഹിക്കുന്നതിന് ഒരു തടസ്സം അല്ല. അങ്ങനെ ഒരു തടസ്സം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം എന്തെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമല്ല. അതിന്റെ പേര് സ്വാർത്ഥതയാണ്. അതിന്റെ പേരാ സ്വാർത്ഥത എന്ന് പറയുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾ നടന്ന, അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ മാത്രമല്ല സ്വാർത്ഥത. നമ്മൾക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ അതിന് കുശുമ്പും വീറും വാശിയും ടെൻഷനും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ സെൽഫിഷ്നെസ് ആണ്. സെൽഫ് ലവ് അല്ലത്. അതാണ് സെൽഫിഷ്നെസ്. അതാണ് സെൽഫിഷ്നെസ്. മനസ്സിലാക്കി? ചിലർ ചോദിക്കാറുണ്ട്, സെൽഫിഷ്നെസ് അല്ലേ? അതാണ് സെൽഫിഷ്നെസ്. കിട്ടിയത് എനിക്ക് ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ സെൽഫിഷ്നെസ്. ആഗ്രഹിച്ച് കിട്ടണ്ട, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണ്ട എന്നല്ല അതിന്റെ അർത്ഥം. കിട്ടും. ആദ്യം ഉണ്ടാവേണ്ടത് മനസ്സമാധാനം, അല്ലെ? നിറഞ്ഞ സംതൃപ്തി, സന്തോഷം, അതാ ഉണ്ടാവേണ്ടത്. ഈ സംതൃപ്തിയും സമാധാനവും സന്തോഷവും എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളെ അറിയുന്നതിലൂടെ, നമ്മുടെ ഉള്ള സ്നേഹത്തെ അറിയുന്നതിലൂടെ, നമ്മുടെ ഉള്ളിൽ ആ സ്നേഹത്തെ അനുഭവിക്കുന്നതിലൂടെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. ബാക്കി എവിടുന്നും അത് ലഭിക്കൂല. അങ്ങനെ ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഇപ്പോഴും തെറ്റിദ്ധാരണയിലാണ്. തെറ്റിദ്ധാരണയാണ്. കല്യാണം കഴിച്ച ജീവിതം ഹാപ്പി ആവും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. മക്കളുണ്ടായാൽ ഹാപ്പി ആവും എന്നുള്ളത്. കല്യാണം കഴിച്ചാലും ഞാൻ എന്ന വ്യക്തി തന്നെയല്ലേ കല്യാണം കഴിക്കുന്നത്, വേറെ ആരും അല്ലല്ലോ. നമ്മളെ ഉള്ളിൽ അത് അനുഭവിക്കാതെ, അത് കല്യാണം കഴിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, മക്കൾ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി. ചേക്കാർ പറയും മക്കളില്ലാത്ത വിഷമാണെന്ന്, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. മക്കളില്ലാത്ത തീരെ വിഷമം ഉണ്ടാവില്ല ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയ വിഷമം ഉണ്ടാകും. പക്ഷെ ആ വിഷമത്തെ നിങ്ങൾക്ക് അതിജയിക്കാൻ ആ സ്നേഹം കൊടുത്ത് പറ്റുമെങ്കിൽ, അവരുടെ പഠനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകും. കാരണം മക്കൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ പോലും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ബയോ കെമിക്കൽ ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച പ്രാക്ടീസ് സെൽഫ് ലവ് ആണ്. മക്കൾ ഉണ്ടായതായിട്ട് വിഷ്വൽ ചെയ്യാൻ പറ്റില്ല, അല്ലെ? മക്കൾ നല്ലവരാവാൻ അതിനുവേണ്ടി സെൽഫ് ലവ് കൊടുക്കേണ്ടത്. മറ്റുള്ളവർ പഠിക്കാൻ, മക്കൾ പഠിക്കാൻ, മക്കൾ ഉയരാൻ. കുറേ ആളുകൾ മദേഴ്സ് ആയതുകൊണ്ട് പറയാം, ഒരുപാട് ആളുകളുടെ ആശങ്ക മക്കളെ കുറിച്ചാണ്. നമ്മളെ സ്നേഹിക്കാത്തിടത്തോളം കാലം ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച ലൈഫ് നമ്മൾ തേടി വരില്ല. അതാണ് അതിന് സത്യത. ഈ സത്യം നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ആ സത്യത്തിൽ നമ്മൾ ജീവിക്കണം. ബാക്കി മിഥ്യയാണ്. നമുക്കിത് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. ആരെയും കുറ്റല്ല, ആളുകൾ അറിയില്ല. നമ്മുടെ പാരൻസ് പഠിച്ചിട്ടില്ലേ? എന്റെ പാരൻസ് അറിയില്ല. എന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒരാൾക്കും ഞാൻ പറയുന്നതിന്റെ ആഴങ്ങൾ അറിയില്ല. അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അതിലേറെ മനസ്സിലാവും എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്ക്, സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകൾ. കാരണം എന്താ? ഇത് ഇങ്ങനെ ജീവിതത്തിന്റെ സത്യം അന്വേഷിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. അങ്ങനെ
ജീവിതത്തിന്റെ സത്യം അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, തേടുന്നവർക്കേ കിട്ടുള്ളൂ. നമ്മൾ പറയുന്നത് കൊണ്ട് ഒരാൾ ഇവിടെ വരികയോ ക്ലാസ് കേൾക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യില്ല. ഇത് തേടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഒരു തേട്ടം നമ്മുടെ ഉള്ളിലുണ്ട്. അവര് തേടുന്നുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല അവരെന്താണ് തേടുന്നത്. അതാണ്, മനസ്സിലായോ? അവര് വിചാരിക്കുന്നത് എന്താ? സാധാരണക്കാർ വിചാരിക്കുന്നത് എന്താ അറിയോ? വിചാരിച്ച ഒരു ലൈഫ് പാർട്ണർ കിട്ടിയാൽ ഹാപ്പി ആവും എന്നുള്ളതാണ്. വിചാരിച്ച സമ്പത്ത് കിട്ടിയാൽ ഹാപ്പി ആവും എന്നുള്ളതാണ്. വിചാരിച്ച വീട് വെച്ചാൽ ഹാപ്പി ആവും എന്നുള്ളതാണ്. ഇതൊന്നും കിട്ടിയിട്ടും, ലോകത്ത് ആഗ്രഹിച്ച മുഴുവൻ കിട്ടിയിട്ടും ഡിപ്രഷന്റെ കൊടുമുടിയിൽ ജീവിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയോ? അപ്പൊ നമ്മൾ ചോദിക്കൂലേ, ഇതൊക്കെ സുഖ സൗകര്യം ഉണ്ടായിട്ട് ഇവർക്ക് എന്തിനാ ഡിപ്രഷൻ? അത് വേറെ സാധനമാണ്. എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇതൊക്കെ കിട്ടും ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ രസം തന്നെ, നിങ്ങൾ ഇങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങളിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ തലമുണ്ട്. ഇതിങ്ങനെ ഉള്ളിൽ വേദന അനുഭവിച്ചുകൊണ്ട് എന്ത് കിട്ടിയാലും സംതൃപ്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഒന്നും കിട്ടില്ല. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അത് വേറെ വിഷയം. അത് സെൽഫിലോട്ട് ഭാഗമാണ്. പക്ഷെ ചിലതൊന്നും നടക്കില്ല, ചലഞ്ചസ് വരും, ഡൗൺ ആവും. ഇതൊക്കെ സംഭവിച്ചാലും നമുക്ക് നമ്മളോട് ഇഷ്ടത്തിൽ കുറവ് വരാൻ പാടില്ല. നമുക്ക് നമ്മളോടുള്ള പ്രണയത്തിൽ കുറവ് വരാൻ പാടില്ല. കാരണം ഇത്രയും മനോഹരമാണ് ജീവിതം എന്നുള്ള മഹത്ത അനുഗ്രഹം ഉണ്ടല്ലോ, ദൈവികമായ ഒരു ബ്ലെസ്സിങ് ആണ്. ഈ അനുഗ്രഹത്തെ ഓരോ നിമിഷവും അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ നിമിഷത്തിന്റെയും പൂർണ്ണതയിൽ ജീവിതത്തെ ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ആ ധർമ്മത്തിനനുസരിച്ച് കർമ്മങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുക. എന്റെ കർമ്മം ഇതേപോലെ സംസാരിക്കലാണ്. ഞാൻ എന്റെ കർമ്മമണ്ഡലം കണ്ടെത്തിയതാണ്. ഇതേപോലെ എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള കർമ്മമണ്ഡലമുണ്ട്. പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, എനിക്കും ഇതേപോലെ ക്ലാസ് എടുക്കണം. എടുക്കുക, അതന്നെ. ആരോടും ചോദിക്കണ്ട, ഇതേപോലെ സൂം എടുക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, സംസാരിക്കുക, ഗ്രൂപ്പിൽ വരിക, ലൈവായി പറയാം, ക്ലാസ് എടുക്കാൻ. അതല്ല, ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ചെയ്യുക, ആളുകളെ മീറ്റ് ചെയ്യുക, പോവുക, സംസാരിക്കുക, അല്ലെ? നിങ്ങളെ പരിചയപ്പെടുത്തുക. ഓൺലൈൻ സോഷ്യൽ മീഡിയ നിങ്ങളെ പരിചയപ്പെടുത്തുക, നിങ്ങൾ ബിസിനസ് പരിചയപ്പെടുത്തുക, നിങ്ങളെ പരിചയപ്പെടുത്തുക. നിരന്തരമായിട്ട് ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാവരോടും ആ നിരുപാധിക സ്നേഹം പ്രകടിപ്പിക്കുക. ബി ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്. സെൽഫ് അത് വളരെ ആക്റ്റീവായി എനർജറ്റിക് ആയിട്ട് ഇത് പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം. ക്ലിയർ അല്ലേ? അങ്ങനെ ഉള്ളിൽ അനുഭവിക്കുന്നതാണ് പുറമേ സംഭവിക്കുന്നത്. ഉള്ളിൽ നമ്മൾ ആ സ്നേഹം നന്നായിട്ട് അനുഭവിക്കണം. നന്നായിട്ട് അത് അനുഭവിക്കണം. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലുക്ക് ഇൻ സെൽഫ് റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ നമ്മളെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിലേക്ക് നോക്കണം. എൻ്റെ ഉള്ളിൽ എന്നോട് ശരിക്കും ഇഷ്ടമാണോ, അതോ ഉള്ളിൽ അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ല ജീവിതത്തിൽ. സെൽഫ് ലോ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. നമുക്കറിയാം, ഒരു വീടുണ്ടാക്കണമെങ്കിൽ ആ വീടിന്റെ ബേസ് നന്നാവണം, അല്ലെ? ഞാനൊരു വീടുണ്ടാക്കിയ സമയത്ത് ഒന്നൊരാളുടെ ആഴത്തില് തറക്ക് ബേസിന് കുഴിച്ചിട്ടുണ്ട്. കാരണം എന്താ, പാറ കാണാൻ വേണ്ടിയിട്ട്. അല്ലെ, മണ്ണിൽ നമുക്ക് തറയിട്ട് പൊക്കാൻ, പല ആളുകളും മണ്ണിൽ തറയിട്ട് പൊക്കില്ലേ? പക്ഷെ എനിക്ക് ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയി ഫീൽ ചെയ്തു. ആ പാറ കാണുന്ന കുഴിച്ച് അവസാനം എന്നെക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു എന്റെ വീടിന്റെ ഫൗണ്ടേഷന്റെ കുഴിക്ക്. ഒരു ഭാഗത്ത്, മറുഭാഗത്തല്ല പാറ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചില ആൾക്കാർ ചോദിക്കും, എന്തിനാ ഇത്രയും കൂടെ നിന്നെ ഇത്രയും? ഞാൻ പറഞ്ഞു, പാറ കാണണം, ഫൗണ്ടേഷൻ സ്ട്രോങ് ആവും, അല്ലേ? എന്നതുപോലെ ജീവിതത്തിന്റെ ഒരു ഫൗണ്ടേഷനാണ്, വീടിന്റെ ഫൗണ്ടേഷൻ പറഞ്ഞ ജീവിതത്തിന്റെ ഫൗണ്ടേഷനാണ്. ആ ഫൗണ്ടേഷൻ ആകുമ്പോഴാണ് അതിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. എന്താ സ്റ്റെബിലിറ്റി? അതിന് നിലനിൽപ്പുണ്ട്, സ്ഥിരതയുണ്ട്, റെസിലിയൻസ്. ഭൂമി ഇങ്ങനെ ചലിച്ചാൽ പോലും, ചെറിയൊരു ചലനം വന്നാൽ പോലും അല്ല, അതിനൊരു ബുദ്ധിമുട്ടില്ലാതെ നിലനിൽക്കാൻ കഴിയുക, അല്ലെ? പിന്നെന്താണ്? കാറ്റും കോളും നിരന്തരമായിട്ട് അനുഭവിച്ചാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക. ചലഞ്ചസ് വന്നാൽ
അതിനെ എന്ത് ചെയ്യാം, ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. പിന്നെന്താണ്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്ന് പോരാടാൻ കഴിയുന്ന ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അത് മാറും. നല്ല ബന്ധങ്ങളുടെ ഫൗണ്ടേഷൻ ആയിട്ട് മാറും അല്ലെ. അത് സെൽഫ് ലവിന്റെ ഭാഗമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുക എന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ ഉണ്ടാവുന്ന എന്താ, അത് നമ്മളെ റെസ്പെക്ട് ചെയ്യൽ കൂടിയാണ്. സെൽഫ് റെസ്പെക്റ്റ് ആണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ, പക്ഷേ നമ്മളെ ആത്മാർത്ഥമായിട്ട് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നത്, നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുന്നത്, നമ്മളെ കെയർ ചെയ്യാൻ പഠിക്കുന്നത്, നമ്മളെ എത്രത്തോളം കെയർ ചെയ്യുന്നുവോ, നമ്മൾ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അത്രത്തോളം സെൽഫ് എംപവർമെന്റ്. അതാണ് എംപവർമെന്റ് അല്ലേ. ശാക്തീകരണത്തെ കുറിച്ച് കേട്ടില്ലേ, സ്ത്രീ ശാക്തീകരണം എന്ന് പറയും അല്ലെ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലേ നമ്മള്. അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശാക്തീകരണം, വീക്കർ സെക്ഷൻ, സമൂഹത്തിൽ ബാക്കോട്ട് നിൽക്കുന്ന ആളുകളുടെ ശാക്തീകരണം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ ശാക്തീകരണം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ശാക്തീകരണം. അല്ലാതെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ശാക്തീകരണം. അതാണ് സെൽഫ് എംപവർമെന്റ്. സെൽഫ് എംപവേർഡ് ആയാൽ മാത്രമേ മറ്റുള്ളവർക്ക് ആ പവർ നമുക്ക് നൽകാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്ക് സപ്പോർട്ട് നൽകാൻ, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടില്ലേ. നിങ്ങളെ കൊണ്ടാവുന്നത് കൊണ്ട് നിങ്ങൾ സഹായിക്കുക. നിങ്ങളെ കൊണ്ടാവുന്നത് എന്നതല്ല, നിങ്ങൾക്ക് എന്തും എത്രയും നിങ്ങൾ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ചില ആളുകൾക്ക് കുറച്ച് പറ്റുള്ളൂ, ചിലർക്ക് കൂടുതൽ പറ്റുമെന്ന് പറയാറുണ്ട്. എല്ലാവർക്കും കൂടുതൽ പറ്റും, കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും ഈ ലോകത്തിന്, എല്ലാവർക്കും പറ്റും. പക്ഷേ ആ സെൽഫ് എംപവേർഡ് ആയുള്ള ആളുകൾക്കാണ് ആ തിരിച്ചറിവുള്ളത്. ആ തിരിച്ചറിവുള്ളവർക്കാണ് അത് പറ്റുക. അല്ലാത്തവർക്ക് പറ്റാഞ്ഞിട്ടല്ല, തിരിച്ചറിവ് നേടാഞ്ഞിട്ടാണ്. നമ്മൾ തിരിച്ചറിവുള്ള ആളുകളുടെ കൂട്ടത്തിലാവണം. അറിവുള്ളവരല്ല ലോകത്ത് വേണ്ടത്. ലോകത്ത് വേണ്ടത് തിരിച്ചറിവുള്ള ആളുകളെയാണ്. അറിവുള്ളവർ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. പക്ഷെ അറിവ് കൊണ്ട് പ്രയോജനമില്ല. തിരിച്ചറിവ് വരിക, അതാണ് ആ തിരിച്ചറിവിന്റെ ശക്തിയാണ് ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഉള്ളിൽ അനുഭവിക്കുന്ന ആ പ്രണയത്തിന്റെ ശക്തിയാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, വൈകാരികമായുള്ള നമ്മുടെ ആരോഗ്യം, ഇമോഷൻസിനെ അറിയുക അല്ലേ. നമുക്കൊരു പെട്ടെന്ന് ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ, എതിർത്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് പ്രതികരിക്കണം, അതേ നാണയത്തിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ഹെൽത്ത് ഇല്ലാത്ത ആളാണ്. നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയില്ല. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ളൊരു പന്തായിട്ട് നമ്മൾ മാറും അല്ലേ. അല്ലേ സാറേ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, എന്നെ കളിയാക്കുന്നു, എന്നെ ചീത്ത പറയുന്നു, എന്നെ തളർത്തി കളയുന്നു. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളൊരു പന്ത് മാത്രമാണ്. ആ പന്ത് എല്ലാവരും തട്ടിക്കളിക്കുന്ന പന്ത് മാത്രമാണ്. അപ്പൊ ആ പന്ത് നിങ്ങളായത് മറ്റുള്ളവർ നിങ്ങൾ പന്താക്കിയതല്ല. നിങ്ങൾ തന്നെ ഒരു പന്തായിട്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള പന്ത് അല്ല. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള പന്തല്ല ഞാൻ അല്ലെ. ഞാൻ എന്ന് പറയുന്നത് എന്താണോ ഞാൻ എൻ്റെ ഉള്ളിൽ എന്നെ കുറിച്ച് ഞാൻ എന്താണോ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്, അതാണ് ഞാൻ. എന്നെ കുറിച്ച് എന്താണോ ഞാൻ നിരന്തരമായിട്ട് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നെ കുറിച്ച് എന്താണോ ഞാൻ മനസ്സിലാക്കിയത്, അതാണ് ഞാൻ. മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. ആ അവസരം കൊടുക്കുന്നത് നിങ്ങളുടെ അവബോധമില്ലായ്മയിൽ നിന്നാണ്, തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ടെന്ന് തോന്നുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമേ സ്വാധീനമുള്ളൂ, മറ്റുള്ളവർക്ക് ഒരു സ്വാധീനവും ഇല്ല. ഇനി അങ്ങനെ സ്വാധീനമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്, അവബോധമില്ലാത്തത് കൊണ്ടാണ്.
ആ സ്നേഹം നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ആ സ്നേഹം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിരാശ വരുന്നത്. ആ സ്നേഹം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. ആ സ്നേഹം അറിയാത്തതുകൊണ്ട് സ്ട്രെസ് വരുന്നത്. അപ്പൊ ആ സ്നേഹത്തെ അറിയുക. അവിടെയാണ് സെൽഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഏത് സിറ്റുവേഷനിലും ആ സ്നേഹത്തെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് സത്യം. സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതല്ല. ലോകത്ത് മഹാന്മാരും സാധാരണക്കാരും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ്. എവിടെ? സാധാരണക്കാർ സാഹചര്യങ്ങളുടെ അടിമയാണ്. മഹാന്മാർ സാഹചര്യങ്ങളുടെ സൃഷ്ടാക്കളാണ്. അല്ലെ? നിങ്ങൾ നോക്കൂ, അങ്ങനെ ലോകത്ത് എങ്ങനെയാണ് ഗാന്ധിജി മഹാനായത്? ഗാന്ധിജി വളരെ ക്രിയേറ്റീവായിട്ട് മാതൃക കാണിച്ചു എന്നുള്ളതാണ്, അല്ലെ? എങ്ങനെ പ്രവാചകന്മാർ മഹാന്മാരായത്, ആചാര്യന്മാർ മഹാന്മാരായത് എങ്ങനെയാണ്? അവര് ലോകത്ത് ക്രിയേഷൻ നടത്തി, മറ്റുള്ളവർ ചെയ്യാത്തത്. ആ ദൈവികമായുള്ള വലിയ അനുഗ്രഹമാണ്. ആരും ചെയ്യാത്തത് ചെയ്തു. എല്ലാവരും പറ്റില്ല എന്ന് പറഞ്ഞത് ചെയ്യുന്നവരാണ് മഹാന്മാർ. ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എല്ലാവരെ പോലെ ചിന്തിക്കണം, എനിക്കും പറ്റില്ല, നിങ്ങൾ വെറും സാധാരണക്കാരൻ മാത്രമാണ്, ആയിത്തീരുക. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ മഹത്വം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ആ മഹാനാവാൻ പറ്റും, ആ മഹതിയാവാൻ പറ്റും. എങ്ങനെ? എനിക്കും അത് പറ്റുമെന്ന് സ്വയം പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിക്കണം. അതാണ് അഫർമേഷൻ. എനിക്ക് പറ്റും, സാധിക്കുമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം, സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കണം, അല്ലേ? നിരന്തരമായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു സെൽഫ് ട്രെയിനിങ് ആണ്. ഓക്കെ. എല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്നെ അവഗണിക്കുന്നു. ഇല്ല, എന്നെ അവഗണിക്കുന്നു എന്നുള്ള ചിന്തയാണ് അത് കുഴപ്പം. ഒരാൾ പറയാണ് എന്നെ അവഗണിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിൽ ആവർത്തിക്കുന്നത്, അപ്പോൾ എല്ലാവരും നിങ്ങളെ അവഗണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ചിന്ത മാറ്റിയിട്ട് എന്നെ പരിഗണിക്കുന്നു കൊടുത്തു. അത്രേ വിഷയം. എന്നെ അവഗണിക്കുന്നുണ്ട്, അത് നെഗറ്റീവ് അഫർമേഷൻ ആണ്. അത് മാറ്റിയിട്ട് എന്നെ പരിഗണിക്കുന്നു എന്ന് കൊടുത്തു നോക്കൂ. എന്നെ പരിഗണിക്കുന്നു എന്ന് കൊടുത്തു നോക്കൂ. എന്നെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നിൽ സ്നേഹം ഉണ്ടാകുന്നു. എന്നെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹത്തെ ഞാൻ കാണാതെ വെറുപ്പുണ്ടാകുന്നു, അല്ലേ? ലോകം എത്ര സുന്ദരമാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എന്നെ പരിഗണിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നു. അപ്പൊ ഇപ്പോഴും ചില ആൾക്കാർ എതിർക്കുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? ചില ആളുകളല്ല എതിർക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എതിർക്കുന്നത്. അതാണ് സത്യം. നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും മനസ്സിലായിട്ടില്ല. എന്നാൽ ഇത് മനസ്സിലാക്കിയവരാണ് ലോകത്ത് വിജയിച്ചവർ. ഇത് മനസ്സിലാക്കിയതാണ് മഹാത്മാഗാന്ധിയായത്, പ്രവാചകന്മാരായത്, അല്ലേ? ലോകത്ത് വിജയിച്ച ആളുകളെല്ലാം അതായത് മനസ്സിലാക്കിയവരാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല വിഷയം. ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എങ്ങനെ പെരുമാറുന്നു, അതാണ് മാറ്റേണ്ടത്. അത് മാറ്റാൻ കഴിയും. ലോകം മുഴുവനും എതിരായാലും ശാന്തമായ മനസ്സ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് ഉദ്ദേശം. ഇത് ഉണ്ടാക്കേണ്ടതല്ല, ഓൾറെഡി ശാന്ത മനസ്സാണ് നമുക്ക് ഉണ്ടായത്. പിന്നെ ആവശ്യമില്ലാത്തത് നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രശ്നം. അപ്പൊ ആവശ്യമുള്ളത് സ്വീകരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആവശ്യമില്ലാത്തത് സ്വീകരിച്ചുകൊണ്ട് വെറുതെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൽ വലിയ കാര്യമില്ലാതെ മാത്രമല്ല, അത് സ്വയം നശിപ്പിക്കലാണ്. എന്തിന് ഇത്രയും മഹത്തായുള്ള ജന്മം, ഇത്രയും മനോഹര ജീവിതം സ്വയം കൊണ്ടുപോയി നശിപ്പിക്കുന്നു? എന്തിന്? എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ വിവേകക്കുറവ് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ ഈ അവയർനെസ് ക്ലാസ് വീണ്ടും 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 കേൾക്കൂ. തോന്നൽ മാറ്റൂ, ചിന്തകൾ മാറ്റൂ. പക്ഷേയില്ല, സ്നേഹിച്ചേ പറ്റൂ. ഒരു പക്ഷേയും ഇല്ല, ഒരു ന്യായവും ഇല്ല. ഒരു മുടന്തൻ ന്യായമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട.
നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചേ പറ്റൂ. എത്ര മോശം അവസ്ഥയാണെങ്കിലും സ്നേഹിച്ചേ പറ്റൂ. കാരണം അതിനെ മാറ്റാൻ ആ സ്നേഹം എന്നുള്ള മെഡിസിൻ കൊണ്ട് മാത്രമേ പറ്റൂ. ആ സ്നേഹം എന്നുള്ള മെഡിസിൻ ലോകത്തൊരിക്കലും വില കൊടുത്ത് കിട്ടാത്ത, കോടികൾ ബില്യൺസ് കൊടുത്താൽ കിട്ടാത്ത മെഡിസിനാണ്. ഇവിടെ ഏതൊക്കെ മെഡിസിനെ കുറിച്ച് കേട്ടില്ലേ? എന്താ പിരിവെടുത്തിരുന്നു അല്ലെ? 6 കോടിയുടെ മെഡിസിൻ്റെ ഈ കുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുന്നു. 6 കോടിയല്ല, 60 കോടിയില്ല, 600 കോടിയില്ല, ലോകത്ത് എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത ഒരേ ഒരു മെഡിസിൻ ഉണ്ടെങ്കിൽ, ആ മെഡിസിന്റെ പേരാണ് സെൽഫ് ലവ്. ആ മെഡിസിന്റെ പേരാണ് സ്നേഹം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്, അതാണ്. അവിടെ എന്താ? അവിടെ നമുക്കൊരു ബൗണ്ടറീസ് ഉണ്ടാവും കേട്ടോ. എന്താണ് ആ ബൗണ്ടറീസ് എന്ന് പറയുന്നത്? നമുക്ക് പിന്നെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നിടത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ചില സ്ഥലങ്ങളിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി നിൽക്കും. അതാണ് ബൗണ്ടറീസ്. നെഗറ്റീവ് ആളുകളുടെ കൂടെ നിൽക്കുന്നതിന് തെറ്റൊന്നുമില്ല. നമ്മളെ എനർജി അവർക്ക് കൊടുക്കാൻ പറ്റണം, അവരെ പോസിറ്റീവ് മാറ്റാൻ പറ്റണം. പക്ഷെ അവരുടേത് ഇങ്ങോട്ട് വരുമെന്ന് നമുക്ക് എന്താണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതിന്റെ പേരാണ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. നമ്മൾ വീട്ടിലാണെങ്കിലോ, നമ്മളെ മദർ ആയിരിക്കും, ഫാദർ ആയിരിക്കും, മദറിലായിരിക്കും, ഫാദറിലായിരിക്കും. അപ്പൊ അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം അവരെ കെയർ ചെയ്യലാണ് ലവ്. അപ്പൊ എന്ത് ചെയ്യണം? അതാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. നമ്മളിപ്പോഴും പറയാറ് വൈകാരികമായുള്ള ഡിറ്റാച്ച്മെന്റ്. അത് പറ്റുന്നില്ല എന്ന് വെറുതെ പറയുന്നു. ഞാൻ എന്താ ചെയ്യല്? അത്തരം സ്ഥലങ്ങളിൽ ഇത്തരം വ്യക്തികളുണ്ട്. ഇതിലേക്ക് ചിലതൊക്കെ കേട്ട് കൊടുക്കും അല്ലെ? ആണോ? അല്ലേ? ചിലതൊക്കെ നമ്മൾ കേട്ട് കൊടുക്കും. അവർക്ക് തോന്നും നമ്മൾ കേൾക്കുകയാണെന്ന്. അത് വേണ്ടി വരും. അഭിനയം. അതെ, അഭിനയം. നമ്മൾ ഇതിലെ കേട്ട് ഇതിലെ വിടുന്നു. അത് അവർക്ക് അറിയില്ല. അങ്ങനെയും മാനേജ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാറില്ലേ? ചെയ്യുന്നവരുണ്ടാവും. എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താ വേണ്ടത്? അവർ പറയുന്നതിൽ ഒരു സത്യം ഉണ്ടാവില്ല. പക്ഷെ അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത് തെറ്റാണെന്ന് അവർക്കെന്നെ അറിയാം. അതായത് രസം. അവർ പറയുന്നത് തെറ്റാണെന്ന് അവർക്കെന്നെ അറിയാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. വേറൊന്നും വേണ്ട. അവർ പറയുന്നതിൽ കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? ലിസ്ണിംഗ് ആണ്. അവർ പറയുന്ന പോയിന്റിൽ ഒരിക്കലും ശ്രദ്ധിക്കരുത്. അവരുടെ ഫീൽ എന്താണ്, അവരുടെ ഇമോഷൻ. അതാണ് ഇമോഷണൽ അവയർനെസ് ഉണ്ടാവണം. അവര് പറയുന്നതിൽ അവർ പറയുന്നതിന്റെ ഒരു ബേസിക് പോയിന്റ് എന്താ? പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾ പറയുന്ന ഒരു ബേസിക് പോയിന്റ് എന്തായിരിക്കും? എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നതിന്റെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് കല്യാണം കഴിച്ച് വലിയ മക്കളും കുട്ടികളും പേരക്കുട്ടികളായി. നമ്മളൊക്കെ ഇപ്പം മൂലയിലായി, പ്രായം ചെന്ന് നമ്മൾ ആർക്കും വേണ്ട എന്നൊരു തോന്നൽ അവർക്കുണ്ടായതാണ്. അതിന് ഉത്തരവാദി നമ്മൾ. അത് അവരെ കേൾക്കാഞ്ഞിട്ടല്ലേ? അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ടാവില്ല. പക്ഷെ അവര് പറയുന്നത് അവർക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അവർക്ക് അറിയില്ല. പക്ഷെ നമുക്കറിയാം അവര് പറയുന്നത് എന്തുകൊണ്ടാ. അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നലിലാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? കേട്ടുകൊടുത്തിട്ട് അങ്ങോട്ട് സ്നേഹിക്കുവിൻ, നിഷ്കളങ്കമായി സ്നേഹിക്കുവിൻ. സാരമില്ല, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് തട്ടിക്കൊടുക്കുക, ഒന്ന് ചേർത്ത് പിടിക്കുക. അത്ര മതി അല്ലെ? അത്ര മതി. അവർ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ജഡ്ജ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുത്തും. അത് ബോധപൂർവം അല്ലത്. അവർക്ക് അത് കിട്ടുന്നില്ല എന്നൊരു ഫീലിൽ നിന്ന് വരുന്നതാണ്. അത് കൊടുത്താ മതി. ആ സ്നേഹം കൊടുത്താ മതി. അത് കൊടുക്കണേ എന്ത് വേണം? നമ്മൾ ഫീൽ ചെയ്യാതെ കൊടുക്കുക. നമ്മുടെ ഉള്ളിൽ സങ്കടം, പിന്നെ എങ്ങനെ കിട്ടുക? നമ്മുടെ ഉള്ളിൽ വിഷമം. എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞോട്ടോ. ഞാൻ അങ്ങനെയാണ്.
പറഞ്ഞോട്ടോടൂ, അവര് പറഞ്ഞോട്ടെ, അവര് നന്നാക്കാൻ പോണ്ട. അതെ, നിങ്ങൾ ആരെയും നന്നാക്കാൻ പോണ്ട. നമ്മുടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ നന്നാക്കാൻ പോകണ്ട. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കോണ്ടി, നിങ്ങൾ നന്നാക്കാൻ പോകുന്നിടത്ത് മുഴുവൻ കൊളായിട്ടല്ലേ ഉള്ളൂ. ഞാൻ സത്യം കൊണ്ട് ചോദിക്കട്ടെ, എവിടെയെങ്കിലും നന്നായ അനുഭവം ഉണ്ടോ? ഒരാള് പറ, നന്നാക്കാൻ ശ്രമിച്ചിട്ട് നന്നായ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? അത് നടക്കൂല. കാരണം അവർക്ക് അതിനെ കുറിച്ച് ബോധമില്ല. അവര് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾ സ്നേഹം കൊടുത്താൽ മതി, എല്ലാം മാറി മറിയും. ആ സ്നേഹം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം ഉള്ളിൽ നിറയണം. സ്നേഹം ഉള്ളിൽ നിറയണം. ആ സ്നേഹം അനുഭവിക്കണം. ആ സ്നേഹം എന്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കണം. ആ സ്നേഹം ഉള്ളിലാണെന്ന് തിരിച്ചറിയണം. അല്ലേ? അതാണ് സെൽഫിനെ അറിയുക. സെൽഫിനെ അറിയുക, അല്ലേ? സെൽഫിനെ അറിയുക. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ തോറ്റു കൊടുക്കില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ആ തോൽക്കുന്നത്, നിങ്ങൾ പ്രതികരിക്കുമ്പോൾ തോൽക്കുന്നത് ആരാണ്? നിങ്ങൾ തോൽക്കാണ് ചെയ്യുന്നത്. വിജയിക്കുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. അത് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ പ്രതികരിക്കുമ്പോൾ വിജയിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ഈഗോ ആണ്. നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ വിജയിക്കുന്നത് നിങ്ങളാണ്, തോൽക്കുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ വിജയിക്കുമ്പോൾ ഈഗോ തോൽക്കുന്നു. ഈഗോ തോൽക്കുന്നിടത്താണ് നിങ്ങൾ വിജയിക്കുന്നത്. പ്രതികരിക്കുമ്പോൾ ഈഗോ ആണ് വിജയിക്കുന്നത്. ശാന്തമായിരിക്കുമ്പോൾ നിങ്ങൾ വിജയിക്കുന്നു. അല്ലേ? എന്തുകൊണ്ടാണ് അല്ലേ? ഗാന്ധിജി എവിടെ വിജയിച്ചത്? പ്രവാചകന്മാരെവിടെ വിജയിച്ചത്? വാളിലല്ല, അല്ലേ? ആണോ? തോക്കിലല്ല, കല്ലിലല്ല. അവരുടെ ഏറ്റവും വലിയ ആയുധം എന്തായിരുന്നു? ഏതായിരുന്നു അവർ ആയുധം? ക്ഷമയും സമാധാനവും. എവിടുന്ന് വന്നതാ? എവിടുന്നാണ് അവർക്ക് ഈ ക്ഷമയും സമാധാനം കിട്ടിയത്? ആ സ്നേഹത്തിൽ നിന്നാണോ? നിരുപാധിക സ്നേഹം എന്തെന്ന് അനുഭവിച്ച ആളുകളാണ് മഹാത്മജി, പ്രവാചകന്മാർ, ആചാര്യന്മാരൊക്കെ. അതാണ്. ലോകത്ത് ആരുണ്ടെങ്കിലും അവർ നിരുപാധിക മനുഷ്യന്മാരെ സ്നേഹിക്കാൻ പഠിച്ചവരാണ്. ആ സ്നേഹം ഉള്ളിൽ അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അത് പറ്റിയത്. അതുള്ളിൽ അനുഭവിച്ചത് കൊണ്ടാണ് അവർക്കത് കഴിയുന്നത്. അല്ലാതെ കഴിയില്ല. അല്ലെങ്കിൽ ഒരാള് ഈ മുഖത്തടിക്കുമ്പോ എങ്ങനെയാണ് ഒരു ഭാഗത്ത് അടിച്ചാൽ മറുഭാഗം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാൻ മാത്രം വിശാല എവിടുന്നാണ് മനസ്സ് വരുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടപ്പോ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരോട് എങ്ങനെയാണ് അവരോട് ശാന്തമായി പ്രതികരിക്കാൻ കഴിയുന്നത്, അല്ലേ? എത്രത്തോളം വിശാലമായ മനസ്സാണത്. മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോഴും തിരിച്ച് പുഞ്ചിരിക്കാൻ എങ്ങനെ പറ്റുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും ചിന്തിച്ചു നോക്കൂ. എങ്ങനെ പറ്റുന്നു? എങ്ങനെ പറ്റുന്നു? അതെ, നമുക്കറിയില്ലെങ്കിൽ അത് മഹാന്മാർക്കറിയാം ഇത് പറ്റുമെന്ന്. പച്ചയായി വിമർശിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ശാന്തമായെന്ന് പുഞ്ചിരിക്കാൻ പറ്റുന്നവരാണ്. അത് സെൽഫിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആ ക്ഷമ എവിടുന്ന് വരുന്നതാണ്? സെൽഫ് ലവ് എന്ന് വരുന്ന കേട്ടോ. ആ ക്ഷമ വരുന്ന എവിടുന്നാണ്? സെൽഫ് ലവ് അനുഭവിക്കുന്ന ഹൃദയത്തിൽ നിന്നൊഴുകുന്ന മനോഹരമായ ഒഴുക്കാണത്. ക്ലിയർലി, അവിടെയാണ് നമ്മുടെ ശക്തി. ഏറ്റവും വലിയ ശക്തി ക്ഷമയാണ്, അല്ലേ? ആ ക്ഷമ ഉണ്ടാവുന്നത് അതിലും വലിയ ശക്തിയുള്ള സ്നേഹത്തിൽ. ക്ഷമിക്കല്ലേ? ഞങ്ങളിൽ ശക്തൻ ഗുസ്തിയിൽ ജയിക്കുന്നതല്ല ശക്തൻ എന്ന് പറഞ്ഞല്ലേ? ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തി, അല്ലേ? അതല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്? ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തൻ ആരാണ്? ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഏറ്റവും വലിയ ശക്തനെ പരിചയപ്പെടുത്തി അതല്ലേ? നിങ്ങൾ ശക്തരാണോ? ദേഷ്യം വരുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തൻ. അല്ലെങ്കിൽ നിങ്ങൾ ശക്തനല്ല.
ആ നിയന്ത്രിക്കാൻ പറ്റുന്നത് സ്നേഹത്തിന്റെ ഉറവിടം നിങ്ങളുടെ ഉള്ളിലാണെന്ന് മനസ്സിലാകുമ്പോഴാണ്. ഒരാൾക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, നല്ല ബന്ധങ്ങൾ ഉണ്ടാവുന്ന അവിടെ. ക്ലിയർ അല്ലേ? അപ്പോ ആദ്യം നമ്മൾക്ക് നമ്മളോടുള്ള ബന്ധമാണ്, നമ്മൾക്ക് നമ്മളോടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും പ്രധാനം. ഞാൻ എന്നോട് എത്രത്തോളം നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു, നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യാട്ടോ. മറ്റുള്ളവരോടുള്ള ബന്ധം വഷളായിട്ട് നമ്മൾ പ്രശ്നത്തിലാവാം. യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടല്ല നമ്മൾ ആദ്യം ബന്ധം വഷളാവുന്നത്, നമുക്ക് നമ്മളോടുള്ള ബന്ധം തന്നെ പ്രശ്നത്തിലാവുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതന്നെ മോശമാണ്, പിന്നെ എങ്ങനെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് മോശം ചിന്തിക്കാതിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ കുറിച്ച് അവർ കുറ്റപ്പെടുത്തുന്നു, അവരല്ല കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുന്ന നിങ്ങളാണ്. നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് സത്യം. നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് സന്തോഷം കൊടുത്തു നോക്കൂ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു നോക്കൂ. എല്ലാവരും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും, എല്ലാവരും നിങ്ങളെ പരിഗണിക്കാൻ തുടങ്ങും. എഴുതി വെച്ചോളൂ, ഈ രഹസ്യം അറിയാത്തവരാണ് ലോകത്ത് ഇരുട്ടിൽ ജീവിക്കുന്നത്. ഞാൻ ചിന്തിക്കാറില്ല നമ്മളത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? തോന്നിയിട്ടുണ്ടോ? ഈ വെളിച്ചത്തെ കുറിച്ച് അറിവ് കിട്ടിയ നമ്മളെത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യമുള്ളവർ ലോകത്ത് വളരെ കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. നമ്മളത്ര ഭാഗ്യം, എവിടെയോ ചെയ്ത പുണ്യം കൊണ്ട് കിട്ടിയ സൗഭാഗ്യാട്ടോ, എവിടെയോ നമ്മൾ ചെയ്ത ഒരു നന്മ കൊണ്ട് കിട്ടിയ സൗഭാഗ്യം. എനിക്കിത് പറയാൻ പറ്റിയതും നിങ്ങൾക്കത് കേൾക്കാറുണ്ട്. നമ്മൾ എവിടെയോ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മ കൊണ്ട് കിട്ടിയൊരു ഭാഗ്യം. ഇതൊന്നും കേട്ടിട്ട് ഇതിനെ കുറിച്ച് ഇപ്പോഴും അറിയാത്ത എത്ര ആള് മോർണിംഗ് ക്ലാസ് എത്രയോ അയച്ചു കൊടുത്തിട്ടുണ്ട്, കേറൂല. എന്താ ചെയ്യ? അതിന് വേണം ഒരു യോഗം, ഒരു ഭാഗ്യം, ഇല്ലേ? അപ്പൊ നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണ്, നമ്മൾ എത്രയോ അനുഗ്രഹീതരാണെന്ന് മനസ്സിലാക്കുക. ആ അനുഗ്രഹത്തിന്, ആ മഹാസൗഭാഗ്യത്തിന് നന്ദി പറയുക, ആ മഹാസൗഭാഗ്യത്തിന് നന്ദി പറയുക. ലോകത്ത് വളരെ എണ്ണപ്പെട്ട ആളിൽ ഒരാളാവാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുക, അതിൽ അഭിമാനിക്കുക. അത് മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട്, സ്വയം കത്തിജ്വലിക്കുന്ന മഹാപ്രകാശമായിട്ട്, ഒരു സൂര്യനെ പോലെ അല്ലെ തിളങ്ങുന്ന, ലോകം മുഴുവനും വെളിച്ചം നൽകുന്ന ആ പ്രകാശ ഗോളമായിട്ട് മാറാൻ നമുക്ക് കഴിയണം. സ്നേഹത്തിന്റെ മഹാപ്രകാശ ഗോളം, മഹാവിസ്മയമായി മാറണം. എല്ലായിടത്തും എല്ലാവർക്കും ഇപ്പോഴാ വെളിച്ചം മാത്രം നൽകുന്ന, കത്തിച്ചൊലിക്കുന്ന പ്രകാശമായിട്ട് നമുക്ക് മാറാൻ പറ്റണം. അതാണ് ജീവിതം. അപ്പോഴാണ് ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മൾ അറിയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും അല്ലെ, ഡിറ്റാച്ച്മെന്റ് ഉണ്ടായാൽ പോലും അവിടെയും സ്നേഹമുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ? ഇപ്പോ നമുക്ക് നെഗറ്റീവുള്ള ആളുകളിൽ നിന്ന് ഞാൻ ഡിറ്റാച്ച് എന്ന് പറഞ്ഞില്ലേ, അത് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എങ്ങനെ? രണ്ടാളും ഒരുമിച്ച് ഒരു കുളത്തിൽ മുങ്ങിപ്പോവുകയാണെങ്കിൽ, രണ്ടാളും മരിക്കുന്ന ഉറപ്പാണെങ്കിൽ ചിലപ്പോ കൈ വിടേണ്ടി വരും അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ രണ്ടാളും മരിക്കുന്ന ഉറപ്പാണെങ്കിൽ ചിലപ്പോ കൈ വിടേണ്ടി വരും അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്ത. കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട്, അല്ലെ, ഞാൻ എന്റെ മക്കളുണ്ട്. ഇത് ചിന്തിക്കണം. ഇത് ചിന്തിക്കാതെ അവന് വേണ്ടി ഞാനും മരിക്കും, അതല്ല സെൽഫ് ലവ് കേട്ടോ. അങ്ങനെയുണ്ട് അല്ലെ? കുട്ടികൾ അപകടത്തിലാകുമ്പോ എടുത്തു ചാടുന്നത് സ്നേഹമാണ്. പക്ഷെ എടുത്തു ചാടുമ്പോ രണ്ടാളും അപകടത്തിലേക്ക് എടുത്തു ചാടുന്നത് ബുദ്ധിയല്ല, പ്രൊട്ടക്ട് ചെയ്യണം. അത് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്താ? ആ കുട്ടിക്ക് മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് അമ്മയാണ് ഉമ്മയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. ക്ലിയർ അല്ലേ? അവിടെയാണ് സെൽഫ് ലവ്. അതുകൂടെ വരുമ്പോ നമ്മൾ നമ്മളെ സ്നേഹത്തെ അറിയുന്നു എന്നുള്ളതാണ്. ആ ബോധം വർക്ക് ചെയ്യണം. ആ ബോധം വർക്ക് ചെയ്യുന്നിടത്താണ് നമ്മളെ കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ളത്, നമ്മൾ കമ്മ്യൂണിറ്റി ശക്തമാക്കുക, എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ തേടുകയാണ്. ഇത് ലോകം മുഴുവനും ഈ പ്രകാശം കൊടുക്കണം, വേണ്ടേ? എന്റെ ഒരു ദൗത്യം ഇതാണ്, ഈ വെളിച്ചം ലോകം മുഴുവനും കൊടുക്കും. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? യെസ് ഓർ നോ?
ലോകം മുഴുവനും ഈ വെളിച്ചം കൊടുക്കാൻ നമുക്കാവണം. ഈ മഹത്തായ ജീവിതത്തിന് വെളിച്ചം കൊടുക്കാൻ നമുക്കാവണം. അവിടെ പൂർണ്ണമായുള്ള ആരോഗ്യമുള്ള, അല്ലെ, ഒരുപാട് കാലമായിട്ട് മെഡിസിൻ കഴിച്ചിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മളെ നാട്ടിലുണ്ട്. ഈ ബോധമില്ലാത്തവര്, അവർ വിചാരിക്കുന്നത് ഈ മെഡിസിൻ ആണ് യഥാർത്ഥ മെഡിസിൻ. അല്ല, യഥാർത്ഥ മെഡിസിൻ ഇന്ന് നമ്മൾ സംസാരിച്ചതാണ്. ഇതറിയാത്തവർ എന്നും ഇരുട്ടിലാണ്. മരിക്കുന്നത് വരെ മെഡിസിൻ കഴിക്കേണ്ടി വരും. അവസാനം അല്ലെ, ആരോഗ്യം പോയി, ആയുസ്സും പോയി, എല്ലാം പോയി. ഇത് നമ്മളെ ലൈഫിൽ അത് മാറ്റുണ്ടായെങ്കിൽ, നമ്മളെ ചുറ്റുപാടുകൾ ഇത് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇത് സംഭവിക്കാൻ പാടില്ല. അത് ഞാൻ ഈ തിരിച്ചറിവുണ്ടായിട്ട് ഞാനിത് മിണ്ടാതിരിഞ്ഞിട്ട്, അല്ല, എന്നോട് പറഞ്ഞതാ, സാർ എവിടെയായിരുന്നു ഇതുവരെ എന്നോട് ചോദിച്ചൊരാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്, അല്ലേ, എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്, പറയുന്നുണ്ട് നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കാരണം നമ്മൾക്ക് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നടത്തണ്ടേ, ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് നിങ്ങള് കോഴ്സ് ഫീസ് ആയി തന്നാൽ മതി, നിങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യൂ, അല്ലെ. കേവലം ഒരു ക്ലാസ്സോ കോഴ്സോ അല്ല, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഇതിൽ ചേർന്നാൽ എനിക്ക് നല്ല ഇത്തരം ഈ ആശയങ്ങളുള്ള, എപ്പോഴും പോസിറ്റീവ് സംസാരിക്കുന്ന, പോസിറ്റീവ് മാത്രം ഷെയർ ചെയ്യുന്ന ആളുകൾ കൂടെ ഉണ്ട്. അപ്പൊ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ, അത്തരം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോ അതാണ് EFT ഇപ്പോ മൈൻഡ് മാസ്റ്ററി സെക്കൻഡ് ബാച്ച് 30ാമത്തെ, ഈ മാസം 30ാം തീയതി 30 മെയ് 30ാം നമ്മൾ ആരംഭിക്കുന്നത് സെക്കൻഡ് ബാച്ച്. അപ്പൊ അതിൽ കുറെ ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കാൻ, സന്തോഷം അറിയിക്കാൻ, ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ആലോചിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യും. കുറച്ച് സമയമുണ്ടല്ലോ, ഇപ്പോൾ തന്നെ ആലോചിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ രജിസ്റ്റർ ചെയ്യുക, ബുക്ക് ചെയ്ത് തുടങ്ങുക എന്ന് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. അതുപോലെ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നമ്മൾ ഇതിനെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത്. കുറെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച കോഴ്സ് കൗൺസിലേഴ്സ്, നിങ്ങൾക്ക് നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരെ കണക്ട് ചെയ്യാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. നമ്മളെ ബന്ധപ്പെട്ട ആരെയും നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ടീമിൽ ജോയിൻ ചെയ്യുക. ലോകം മുഴുവൻ പ്രകാശം ജ്വലിക്കാൻ നമ്മൾ ഓരോരുത്തരും കാരണമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുക കേട്ടോ, സമയം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി വളരെ ചുരുക്കി സംസാരിക്കുക. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫീൽ ഒന്ന് ഷെയർ ചെയ്യും. എന്തെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ചുരുക്കി പറയാം കേട്ടോ. പറയാനുള്ളവർ പറയും. ഓക്കെ, ലിങ്ക് കിട്ടും. EFT ഗുരു എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ, മാക്സിമം ആളുകൾക്ക് EFT ഗുരു എന്നുള്ള സെർച്ച് ചെയ്യാം, അതിലുണ്ടാവും നമ്മുടെ വീഡിയോ, എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോ റെക്കോർഡിങ് അതിലുണ്ട്. പുറമേയുള്ള കുറെ ടിപ്സ് ഞാൻ ഒരുപാട് ലൈഫിനെ മാറ്റുന്ന കുറെ പോയിന്റ്സുകളൊക്കെ ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അതൊക്കെ കേൾക്കാൻ പരമാവധി മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഗുഡ് മോർണിംഗ് സർ. കേൾക്കുന്നില്ലേ? സംസാരിക്കുന്നുണ്ട്, ഞാൻ കേൾക്കാനില്ല. സോറി. ഹലോ, ഗുഡ് മോർണിംഗ് സർ. സർ, ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ഞാൻ EFTയിൽ വരുന്നതിന് മുമ്പ് സാർ പറഞ്ഞതുപോലെ കുറച്ച് ഇരുട്ടിൽ സഞ്ചരിച്ച ആളായിരുന്നു. ഇപ്പം മനസ്സിന്റെ പ്രകാശം, നമ്മൾ നോക്കുന്നതെല്ലാം പ്രകാശമായി മാറി. ഏറ്റവും അതിന്റെ ഇമ്പോർട്ടന്റ് സെഷനിലായിരുന്നു സാർ ഇന്ന് നിന്നത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്താണോ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിലെ ആ പ്രകാശം വെച്ചിട്ട് നമ്മുടെ പുറത്തെ ഇരുട്ടിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെല്ലാവരും. ഉള്ളിലെ ആ ദൈവിക പ്രകാശം, എല്ലാ വേദഗ്രന്ഥങ്ങളും പരാമർശിക്കുന്ന ആ ദൈവിക പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, നമ്മുടെ ലോവർ സെൽഫിനെ മാറ്റി നമ്മുടെ ഹയർ സെൽഫിനെ കൊണ്ടുവരുന്നിടത്ത് മനുഷ്യരെല്ലാം ഒരുപാട് സന്തോഷത്തിലാകും. അതുകൊണ്ട് ആരാണോ മടിച്ചു നിൽക്കുന്നത് അത് എല്ലാവരും വരണമെന്നാണ്. ഇത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നായിരുന്നു. പിന്നെ ഇന്ന് എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, കുറച്ച് ദിവസങ്ങളായി ഞാൻ സമയമെടുത്തു. 3 മാസത്തോളം അഫർമേഷൻ എഴുതി. ഇടയ്ക്ക് എൻ്റെ മനസ്സിലും ആശങ്കയൊക്കെ വന്നു. പക്ഷെ അഫർമേഷൻ ഇന്ന് സക്സസ് ആയി.
അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുകയാണ് സാറിനെ. അതിന്റെ ഒരു സ്റ്റെപ്പ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നി സാറേ. ഇതെല്ലാം ഇത്രയധികം പവർ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി പരീക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത്. വിശ്വാസം പിന്നാണ്. പരീക്ഷിച്ച് നിധി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. വിശ്വാസം തന്നെ വന്നോളും. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഹന്ന മാം. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും സംസാരിക്കണം അത്യാവശ്യമായിട്ട്? ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാണ് ഉണ്ടോ? ആരെങ്കിലും അത്യാവശ്യമായിട്ട് പറയുന്നുണ്ടോ? ഇസ്മായിൽ ഖാൻ, ഒരാളോട് പറയട്ടോ. ഇസ്മായിൽ കൂടെ പറയട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷം? ഹാപ്പി അല്ല? അടിപൊളി. ഞാന് എനിക്ക് EFT വന്നിട്ടുണ്ടായ അനുഭവം ഒന്ന് പങ്കുവെക്കാം. ഞാൻ മൈഗ്രെയിനുമായിട്ടാണ് ഞാൻ EFT വന്നത്. ഏകദേശം ഒരു 7 മാസത്തോളമായി. ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് മെഡിസിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല ചെയിൻ സ്മോക്കർ ആയിരുന്നു. അതും EFT വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക്, സാറ് പറഞ്ഞല്ലോ, മാക്സിമം ഈ വെളിച്ചം എത്തിക്കണം. അപ്പൊ അതിനുള്ള പ്രവർത്തനം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാഗമായിട്ടൊരു ഗ്രൂപ്പ് ഡെയിലി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ EFT പഠിച്ച ആളുകളാണ് ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിലുള്ളത്. ഇപ്പോ ഇന്നിപ്പോ ഒരു വിഷ്വൽ പരിപാടി ഉണ്ട്. അപ്പൊ അതിന് നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം റെഡി ആവാൻ വേണ്ടിട്ട് കുറെ ആളുകൾ വന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ATCയിൽ പറഞ്ഞിരുന്നു വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ ആളുകൾക്ക് അഡ്വാൻസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് അടുത്ത ബാച്ച് 30-ാം തീയതി വരുന്ന ബാച്ചിൽക്കും കുറെ ആളുകൾ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. കേരളം എന്ന് താല്പര്യമുണ്ട്, പക്ഷെ അതിന് ക്യാഷിന്റെ പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് വിഷ്വൽ ചെയ്യുന്നുണ്ട്. നമ്മള് മാക്സിമം നമ്മളെ കഴിയുന്ന രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഇസ്മായിൽ ഖാൻ. അപ്പോ ക്യാഷിന്റെ വിഷയം എന്ന് പറയുന്നത് വിഷ്വലൈസേഷന്റെ പവറാണ് ഇസ്മായിൽ ഖാൻ പറഞ്ഞത്. നമ്മൾ കോഴ്സ് ചെയ്തോണ്ട് ചോദിച്ചാൽ മനസ്സിലാവും. ക്യാഷ് ഇല്ലാന്ന് വിചാരിച്ച ആൾക്കാർ കോഴ്സിന് ശേഷം ഒരുപാട് ക്യാഷ് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതാണ് നമ്മളുടെ ഉള്ളിൽ. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ താങ്ക് യു ഇസ്മായിൽ ഖാൻ. ഷറീന ടീച്ചർ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലേ, മനസ്സിന് ഭയങ്കര ഒരു നീറ്റലായിരിക്കും. കാരണം ഓരോ പോയിന്റ്സും നമ്മുടെ എൻറ്റയർ ലൈഫിലേക്ക് പ്രയോജനപ്പെടുന്ന പോയിന്റ്സ്. EFT ജോയിൻ ചെയ്തതിന് ശേഷം കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവാണ് സെൽഫ് ലവ്. നമ്മുടെ ലൈഫ് ഡൗൺ ആവുമ്പോൾ സെൽഫ് ലവ് കൊടുത്തിട്ട് അങ്ങോട്ട് എനർജറ്റൈസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ കയറി വരുവാണ്. അത് ജോയിൻ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് കൺവിൻസ് ചെയ്യിക്കുമ്പോഴും അവർക്കത് മനസ്സിലാവുന്നില്ല. ഒരു സാറ് പറഞ്ഞ പോലെ ഒരു നിമിത്തമുള്ളവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സാറിനോട് ഭയങ്കര നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ഷറീന ടീച്ചർ. എല്ലാവരോടും സന്തോഷമായിരിക്കുകയാണ്. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. Thank you very much. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much.